ലോകകപ്പ് പ്രീ ക്വാർട്ടറിൽ അർജന്റീനയ്ക്ക് സൂപ്പർ ജയം. ഈജിപ്തിനെ തോൽപ്പിച്ചത് 2-3 ഗോളിനാണ്. അർജന്റീനയുടെ നാടകീയ തിരിച്ചുവരവ് രണ്ടാം പകുതിയിൽ 2 ഗോളിന് പിന്നിൽ നിന്ന ശേഷമാണ് എന്നതും ഏറ്റവും ശ്രദ്ധേയമായ കാര്യമാണ്. ഈ ജയത്തോടെ നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീന ക്വാർട്ടറിലേക്ക് മാർച്ച് ചെയ്യുകയും ചെയ്തു. അനിൽ വാസുദേവ് വേൾഡ് കപ്പ് ഡെസ്കിൽ നിന്ന് ചേരുന്നു ഏറ്റവും പുതിയ അപ്ഡേറ്റുകളുമായി. അനിൽ, നമ്മൾ നേരത്തെ കണ്ടുമുട്ടിയപ്പോൾ പറഞ്ഞതാണ് ഈ ചിരി അത് കൂടുതൽ വലിയ ഊർജ്ജസ്വലമായ ചിരിയായി മാറട്ടെ എന്ന് പറഞ്ഞു. അതിപ്പോൾ അനിലിന്റെ മുഖത്ത് കാണാൻ കഴിയുന്നു. അർജന്റീനയുടെ വൻ തിരിച്ചുവരവ്, ഒരു വൻ കളി എന്ന് പറയാം. ഒരുപക്ഷെ ലോകകപ്പിൽ ഇത്തവണ കണ്ടതിൽ വെച്ച് ഏറ്റവും രസകരമായ, ഏറ്റവും ആവേശകരമായ മത്സരം അത് ഒരുപക്ഷെ ഇതായി മാറുന്നു. ഇന്ന് എന്താണ്, ഏത് രീതിയിലാണ് കളിയെ വിലയിരുത്തുക? പ്രജൻ, ചിരി കണ്ടില്ലല്ലോ എന്നല്ല, ചിരി മാഞ്ഞല്ലോ എന്നതായിരുന്നു ഉണ്ടായിരുന്നത്. എന്തായാലും ആ ചിരി മായാതെ കാത്ത ലിയോണൽ മെസ്സിക്ക് നന്ദി പറഞ്ഞുകൊണ്ട് തന്നെ തുടങ്ങുന്നു. ലിയോണൽ മെസ്സിക്കും അർജന്റീനയ്ക്കും ലോകമെമ്പാടുമുള്ള അർജന്റീന ആരാധകരുടെ ആ പ്രതീക്ഷ കാത്ത പ്രകടനമാണ് വന്നിരിക്കുന്നത്. ഒരു പക്ഷേ ഈ മത്സരം ഇത് എന്തൊരു മത്സരം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഈ ലോകകപ്പിൽ ഇതുവരെയുള്ളതിൽ ഏറ്റവും മികച്ച മത്സരം, ഏറ്റവും വലിയ കംബാക്ക് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഒരു പക്ഷേ ലോക ചാമ്പ്യന്മാർക്ക് പ്രീ ക്വാർട്ടറിൽ കാലിടറി പോകുമെന്ന് കരുതിയതാണ്. 79-ാം മിനിറ്റ് വരെ അർജന്റീനയുടെ കളി ലോക ചാമ്പ്യന്മാരുടെ പ്രകടനമായിരുന്നില്ല അതുവരെയും ഉണ്ടായിരുന്നത്. വളരെ മോശം കളി എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ആദ്യഘട്ടത്തിലൊക്കെ തന്നെ പ്രത്യേകിച്ച് 2 ഗോൾ വഴങ്ങുന്നു. ആദ്യ ഗോൾ വഴങ്ങിയതൊക്കെ തന്നെ എന്തിനാണ് എന്നതുപോലും കടുത്ത അർജന്റീന ആരാധകർക്ക് പോലും തോന്നും. അങ്ങനെ ഒരു കോർണർ ആ ഘട്ടത്തിൽ കൺസീഡ് ചെയ്യേണ്ടേ ആവശ്യമില്ല, അത് പിന്നെ ബ്ലോക്ക് ചെയ്യുന്നതിൽ പരാജയപ്പെട്ടു. അങ്ങനെ ഒരു ഗോൾ കൺസീഡ് ചെയ്യുന്നു. അവിടെ നിന്ന് രണ്ടാമതൊരു ഗോൾ കൂടി വരുന്നു. അതൊരു ഭാഗ്യത്തിൻ്റെ കൂടി വാർ പരിശോധനയിൽ അത് നിഷേധിക്കപ്പെടുന്നു. അങ്ങനെ അർജന്റീന ശ്വാസം നീട്ടിയെടുത്തതാണ്. അവിടെ ഒരു കംബാക്ക് പ്രതീക്ഷയാണ്, അതുണ്ടാവുന്നില്ല. പിന്നീട് മറ്റൊരു ഗോൾ കൂടി നേടിക്കൊണ്ട് 67-ാം മിനിറ്റിൽ മുസ്തഫ സിക്കോയാണ് അവരെ വീണ്ടും മുന്നിലെത്തിക്കുന്നത്. അങ്ങനെ 2-0 ഒരു ജയം, കംഫർട്ടബിൾ വിൻ. അർജന്റീനയുടെ തിരിച്ചുവരവ് ഇനി ഉണ്ടാകില്ലെന്ന് വിധി എഴുതി ആഘോഷിച്ചവരാണ് എതിരാളികളെല്ലാവരും. പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസം പുറത്തായ ബ്രസീലിൻ്റെയും പോർച്ചുഗലിൻ്റെയും ഇനി ക്വാർട്ടറിലേക്ക് കടന്ന സ്പെയിൻ്റെയും ഫ്രാൻസിൻ്റെയും ഒക്കെ തന്നെ ആരാധകർ മെസ്സി ആ വഴിക്ക് വരില്ലല്ലോ എന്ന് കരുതിയതാണ്. തിരിച്ചു വരികയാണ് ഉണ്ടായത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.